ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ, നിങ്ങളുടെ പ്രിയപ്പെട്ട ഷോസ് കാണൂ. ഞാൻ പറയുന്നൊന്ന് കേൾക്ക്. ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. അടിച്ചവളെ കരണം പൊട്ടിക്കെടുത്തി. എല്ലാം നമ്മൾ കണ്ടു കഴിഞ്ഞിട്ടും നിഷേധിക്കുന്ന കണ്ടില്ലേ? അവള് പറയുന്നത് കേട്ടാ തോന്നുമല്ലോ വരുൺ അവളെ കയറി പിടിച്ചു. എനിക്ക് എന്റെ കുടുംബം വലുതാ, ഇവിടെയുള്ളവരുടെ ജീവൻ വലുതാ. അതിനൊരു തടസ്സമായിട്ട് നീ ഇവിടെ നിൽക്കാൻ ഞാൻ സമ്മതിക്കില്ല. ഇപ്പൊ ഇറങ്ങിപ്പോക്കണം ഇവിടുന്ന്. ഇനി എന്റെ മകനുമായി ഫോണിൽ പോലും ഒരു വാക്ക് നീ സംസാരിച്ചു എന്നറിഞ്ഞ ഞാൻ നേരെ ആറ്റുവാശ്ശേരിയിലേക്ക് വരും. നിന്റെ പാവപ്പെട്ട അച്ഛനില്ലേ, ആറ്റുവാശ്ശേരി ദേവനാരായണൻ തിരുമേനി, അദ്ദേഹത്തോട് ഞാനിതൊക്കെ വിളിച്ചങ്ങ് പറയും. പിന്നെ നിന്നെ കൊല്ലുവാണോ ജീവിപ്പിക്കാണോ വേണ്ടെന്ന് അങ്ങനെ തീരുമാനിക്കട്ടെ. ഇറങ്ങാൻ നോക്കിക്കോ. കാണിമംഗലത്തെ ഇനി നിന്റെ ഐശ്വര്യം വേണ്ട. ഞാൻ എന്താ പറഞ്ഞാലും നിങ്ങളൊരിപ്പോ വിശ്വസിക്കില്ലെന്ന് എനിക്കറിയാം. പക്ഷെ എന്റെ മനസ്സിലൊരു സത്യം ഉണ്ടമ്മേ. ഇനി നീ അത് കണിമംഗലത്തിന്റെ അകത്തളത്ത് നിന്ന് പറയണ്ട, തെരുവ് ചെന്നു പറഞ്ഞാ മതി. നിന്നെപ്പോലെ ഒരുത്തിക്കും അതിനുള്ള യോഗ്യതയുള്ളൂ. പറഞ്ഞിട്ട് കാര്യമില്ല എടുത്തി. പണ്ട് ഇവളുടെ തള്ള ഇതേ സ്വഭാവം കാണിച്ചതല്ലേ ഇവള് ജനിക്കാൻ തന്നെ കാരണം. അപ്പൊ പിന്നെ അമ്മയുടെ വഴി മോള് പിന്തുടർന്നല്ലേ പറ്റൂ. കണ്ണു താഴ്ത്തടി, എന്നിട്ടേ ഇറങ്ങി പോവാൻ നോക്ക്. തൽക്കാലം ഇത് പ്രിയങ്കമോളെ അറിയിക്കാതിരിക്കുക എന്നുള്ളത് എന്റെ ഉത്തരവാദിത്വം. അല്ലെങ്കിൽ ഇവിടെയുള്ള എല്ലാരും വിളിച്ചുകൂട്ടി ഞാൻ നിന്നെ പടിയിറക്കേണേ. ഇറങ്ങിക്കോ. ഇവിടെ വാടി, ഇറങ്ങടി അങ്ങോട്ട്. അവിടെ ഒരു ബാഗ്. ഇനി നിന്റേതായിട്ട് ഒരു സാധനം പോലും ഇവിടെ ഉണ്ടാവരുത്. ഉണ്ടായാലേ ആ പേരും പറഞ്ഞ് പിന്നെ നീ ഇങ്ങോട്ട് വരും. കൊണ്ടുവയ്ക്കോ. പിടിക്കടി, പിടിക്കാൻ. ഇറങ്ങി വയ്ക്കോ. ഇറങ്ങാൻ. ചേച്ചി എവിടെ പോവാ? അത് വീട്ടിലേക്ക്. അതെന്താ പോകുന്നവരെ എന്നോട് പറയാതിരുന്നേ? കുറച്ചു ദിവസം കൂടി എന്റെ കൂടെ ഉണ്ടാവുന്നില്ല ചേച്ചി എന്നോട് പറഞ്ഞേ.